ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോഴേ ഞാൻ തുടങ്ങിയത് KSTയുടെ കൂടെയാണ്, കേരള സർവീസ് ടീമിൻ്റെ കൂടെ. ഞാനവിടെ ചേർത്തലയിൽ അന്ന് നാഷണൽ കൺവെൻഷൻ്റെ കാലമാണ്, 8th നാഷണൽ കൺവെൻഷൻ. പിന്നെ അതുപോലൊരു നാഷണൽ കൺവെൻഷൻ ഒരിക്കലും അത്രയും അഭിഷേകത്തോടെ നടന്നിട്ടില്ല എന്നുള്ളത് എനിക്കിപ്പോഴും ദുഃഖത്തോടെ ഞാൻ ഓർക്കുകയാണ്. 8th നാഷണൽ കൺവെൻഷനിൽ ഞാനൊരു കോർഡിനേറ്ററായിരുന്നു. എല്ലാ ഇടവകയിലും പോയി കൺവെൻഷൻ്റെ മെസ്സേജുകൾ കൈകാര്യം ചെയ്യുക, ആൾക്കാരെ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുകൾ രൂപീകരിക്കുക, അതുപോലെ തന്നെ വോളണ്ടിയേഴ്സിന് പ്രത്യേക ക്ലാസ്സുകൾ കൊടുക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക. അതായിരുന്നു എൻ്റെ ജോലി. അപ്പോൾ അന്നുണ്ടായിരുന്ന നമ്മളൊരു 8th നാഷണൽ കൺവെൻഷൻ ഒരു ആശയം കൊടുത്തിരുന്നു. എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. ആ നാഷണൽ കൺവെൻഷൻ കഴിഞ്ഞെങ്കിലും എനിക്ക് അവിടെ വെച്ച് ആ വിളിക്കുള്ളിലെ വിളി കിട്ടി. എനിക്ക് തോന്നിയത് പിന്നീട് എൻ്റെ ഒരു വിളിയായി അത് മാറി. ആ കൺവെൻഷൻ അവശേഷിപ്പിച്ച ഒരു അഭിഷേകം അങ്ങ് എല്ലാ സഭയിലും നിലനിന്ന് കേരള സഭയെ എവിടെ ലോകത്തിന് ഒരു 10-16 രാജ്യങ്ങളിൽ സുവിശേഷ വിലക്ക് പോയിട്ടുണ്ട്. അവിടെയെല്ലാം മലയാളികളുടെ ശക്തമായ കൂട്ടായ്മയുണ്ട്. യൂറോപ്പ് വിശ്വാസത്തിൽ ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുമ്പോഴും പുളിമാവ് പോലെ നമ്മൾ ലോകത്തെ മുഴുവൻ പുളിപ്പിക്കുന്നത് ശരിക്കും കേരള സഭയ്ക്ക് കിട്ടിയ പ്രത്യേക അഭിഷേകമാണ്. അതിന് നാം ദൈവത്തോട് എപ്പോഴും നന്ദി പറയണം, ദൈവത്തോട് എപ്പോഴും നന്ദി പറയണം. അപ്പോഴേ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് സഭയുടെ കൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പം 90 സഭയിൽ സുവിശേഷ പ്രഘോഷണ ദശകം ആരംഭിച്ചു ജോൺ പോൾ മാർപ്പാപ്പ. അപ്പോൾ എനിക്ക് കിട്ടിയൊരു വെളിച്ചം, ഈ കടലോര മേഖലയിലാണ് ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ കടലിൽ കൺവെൻഷൻ നടത്തുക, കൊല്ലം മുതൽ അങ്ങ് കൊച്ചി വരെയുള്ള സ്ഥലങ്ങളെല്ലാം 60 കൺവെൻഷൻസ് നടത്തി. മിനി കൺവെൻഷൻ, ചെറിയ കൂട്ടായ്മ 60 ദിവസം നടത്തി. 60ാമത്തെ ദിവസം അർത്തുങ്കൽ അടുത്ത് ചെത്തിയിൽ വലിയൊരു 10 ദിവസത്തെ കൺവെൻഷൻ നടത്തും. അതിൻ്റെ എല്ലാം തീം എന്താ? ഈ നാഷണൽ കൺവെൻഷൻ്റെ തീമാണ്. എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. ഒരു പക്ഷേ അതിനേക്കാൾ വലിയൊരു മിഷൻ തീം സഭയ്ക്ക് കൊടുക്കാനില്ല. അത് ഒരു നടപടി, സുവിശേഷ നടപടിക്രമമായി സ്വീകരിച്ചുകൊണ്ട് ഞാനതിനെ ചെറിയൊരു ഡീവിയേഷൻ വരുത്തിയത്. ഞാനൊരു മരിയൻ കരിസ്മാറ്റിക് ആണെന്ന് സ്വയം പറയുമായിരുന്നു. കാര്യം എൻ്റെ യാത്രകളിലെല്ലാം അമ്മ കൂടെ നിൽക്കുന്ന പോലെയും പ്രവർത്തിക്കുന്ന പോലെയും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ജപമാല തന്നെയാണ് ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് ഉപയോഗിച്ചത്. ഈ 2000 സുവിശേഷ പ്രഘോഷണ ദശകം സമാപിക്കുമ്പോഴും ജപമാല പ്രാർത്ഥന പിന്നെയും കണ്ടിന്യൂ ചെയ്ത്, ജപമാല പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ ജപമാല പ്രാർത്ഥനയെ 1000 മണിയുടെ ജപമാല പ്രാർത്ഥനയായിട്ട് വർദ്ധിപ്പിച്ചു. ആ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ചൈനയുടെ മാനസാന്തരം, അതുപോലെ തന്നെ സൗദിയുടെ മാനസാന്തരം, സുവിശേഷം എത്താത്ത ഇടങ്ങളിലെ സുവിശേഷം എത്തിക്കുക, യൂറോപ്പിനെ വീണ്ടും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക, ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട മിഷനായിക്കൊണ്ട് രാത്രിയും പകലും 1000 മണിയുടെ അഖണ്ഡ ജപമാല പ്രാർത്ഥന നടത്തും, രാത്രിയും പകലും. അങ്ങനെ 2003 ജോൺ പോൾ മാർപ്പാപ്പ തന്നെ ജപമാല വർഷം പ്രഖ്യാപിച്ചു. ആ ജപമാല വർഷം പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ ഒരു കൊല്ലം മുഴുവനും ഇരുന്നുകൊണ്ട് രാത്രിയും പകലും ഓരോ ഗ്രൂപ്പുകളും മാറി മാറി ഇങ്ങനെ ജപമാലയില്ല. ഒരു വർഷം, ഒരു നിമിഷം പോലും ഇടവേളയില്ലാതെ ഒരു വർഷം കംപ്ലീറ്റ്. അതായത് 2003 മുതൽ ഒക്ടോബർ മുതൽ 2004 ഒക്ടോബർ 25 വരെ അണമുറിയാതെ അഖണ്ഡ ജപമാല ലോക മിഷന് വേണ്ടിയത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ അഖണ്ഡ ജപമാലയുടെ അവസാനം ഡിസംബർ 4 ഞാൻ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ പുറകെ നിൽക്കണ പോലെ എനിക്ക് തോന്നി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അമ്മ, പരിശുദ്ധ അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഇങ്ങനെ ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്.
അപ്പോൾ ഞാൻ ആൾക്കാരോട് അപ്പം തന്നെ ഇതുപോലെ ജനങ്ങളിരിപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അമ്മ നിൽക്കുന്നു, കയ്യിലൊരു നെഞ്ചിലൊരു കടികാരമുണ്ട്, 10-8 സൂചി കാണിക്കുന്നു, ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് കിട്ടിയൊരു വെളിച്ചം അനുസരിച്ച് കൊണ്ട് കടലോരത്തായിരുന്നു മധ്യസ്ഥ പ്രാർത്ഥന മുഴുവനും. ആ ഗ്രൂപ്പുകൾക്കെല്ലാം 1/2 കിലോയുള്ള മെഴുകുതിരികൾ വാങ്ങിച്ച് വെഞ്ചരിച്ച് കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു, ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് അമ്മ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവർ ആ ഡിസംബർ മാസത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ സുനാമി വന്നു. ഞാൻ പെട്ടെന്ന് തെറ്റിദ്ധരിച്ച സുനാമി ആയിരിക്കും അമ്മ ഉദ്ദേശിച്ചതെന്നാണ്. പക്ഷേ 10 കൊല്ലം അങ്ങനെ ഉദ്ദേശിച്ചെങ്കിലും 10ാമത്തെ കൊല്ലം എനിക്ക് ഈ വേറൊരു മിഷൻ ദൈവം തന്നായിരുന്നു, സഭയുടെ സാംസ്കാരിക കലാപേതരങ്ങളെ പുനരുദ്ധരിക്കുക. അപ്പം അത് ഞാൻ ആ മേഖലയിൽ റിസർച്ച് വർക്ക്, പുനരവതരണങ്ങളും, ചവിട്ടുനാടകം, പുത്തമ്പാന, അമ്മാനം, ദേവാസ്തവിളി, പിച്ചപ്പാട്ട്, അണ്ണായിപ്പാട്ട്, അങ്ങനെ സഭയുടെ സാംസ്കാരിക പൈതൃകങ്ങളുണ്ട്. ആ പൈതൃകങ്ങളെ പുനരുദ്ധരിക്കാൻ വേണ്ടി അതിനെ പുത്തൻ തലമുറ കൈമാറുക, പുതിയ രൂപങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ അതിനെ റിസർച്ച് നടത്തുക, ബുക്കുകൾ പബ്ലിഷ് ചെയ്യുക. അങ്ങനെ ആ വർക്കുമായിട്ട് നടന്ന് അവസാനം എൻസൈക്ലോപ്പീഡിയ എഴുതി ചവിട്ടുനാടകത്തിൻ്റെ. അതിന് കേരള സാഹിത്യ അക്കാദമി എനിക്ക് അവാർഡ് നൽകി. അതുപോലെ തന്നെ തമിഴ് യൂണിവേഴ്സിറ്റി എനിക്ക് ഇന്റർനാഷണൽ തമിഴ് എനിക്ക് ഡോക്ടറേറ്റ് നൽകി. അപ്പം അത് വാങ്ങിക്കാൻ മധുര ചെന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അമ്മയാണ് ഇവിടം വരെ എത്തിച്ചത്. അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും അമ്മയുടെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ, പ്രതിഷ്ഠ ഉണ്ടെങ്കിൽ അവിടെ പോയി അമ്മയെ കണ്ട് നന്ദി പറഞ്ഞിട്ട് പോകണം. അങ്ങനെ ഞാൻ വാടിപ്പെട്ടിപ്പോയി മധുരയിൽ നിന്ന്. അവിടെ വെച്ച് ഞാൻ ഫെയിൻ്റായി. അവിടെ ചെന്നപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ മനസ്സിൽ തോന്നിക്കുകയാണ്, നിനക്കിവിടെ നിൽക്കാൻ യോഗ്യതയില്ല. കാര്യം 10 വർഷം മുമ്പ് നിൻ്റെ മുമ്പിൽ ഞാൻ നേരിട്ട് ഒരു ദൈവിക സന്ദേശം നൽകിയതാണ്, നീ അനുസരിച്ചില്ല. നീ അത് എനിക്ക് സഭയോടുള്ള പേടി കൊണ്ടും ആവശ്യമില്ലാത്ത ദഹനകേന്ദ്രത്തിൽ ആൾക്കാരെ ഇങ്ങനെ എന്തെങ്കിലും തരികിട പറഞ്ഞ് ചപ്പടി വിദ്യ കാണിച്ച് ആൾക്കാരെ ആകർഷിച്ച് ഒരുതരം അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാൻ പുറത്ത് പറയാതിരുന്നത്. ആ പ്രൈവറ്റായിട്ടുള്ള സാക്ഷ്യമായിട്ട് ഞാനത് പറഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ അവിടുന്ന് വാടിപ്പെട്ടിൽ നിന്ന് വന്ന ശേഷം ഞാൻ അകത്ത് കയറിയില്ല. കയറാതെ അമ്മ പറഞ്ഞ ശേഷം തിരിച്ചു പോരും. എനിക്കൊരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നു. അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറാൻ ഇടയാക്കണമെന്ന്. അത് ഞാൻ 10,000 പേർക്ക് അടിച്ചു കൊടുത്തു. അത് പ്രാർത്ഥിച്ചിട്ട് അമ്മ നിന്ന സ്ഥലത്ത്, പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഞാൻ മാതാവിൻ്റെ രൂപം പ്രതിഷ്ഠിച്ചു വെച്ചു. എന്നിട്ട് ഈ പ്രാർത്ഥന ചൊല്ലി 6 മാസം പ്രാർത്ഥിച്ചപ്പോഴാണ് അമ്മ ഉടമ്പടി തന്നത്. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് നമുക്കറിയാം, ഇന്ന് ഈ ദിവസം ഞാനിപ്പോൾ ആലപ്പുഴയ്ക്ക് വിളിച്ച് ചോദിച്ചു, പറഞ്ഞു 200 കുടുംബങ്ങളെ നോൺ ക്രിസ്ത്യൻസ് ഇന്ന് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയുന്ന പോലെ സുവിശേഷ വേല നമുക്കറിയാം, കർത്താവ് അവരോട് സഹകരിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്യും. നമ്മൾ 50 കൊല്ലത്തിൻ്റെ ശുശ്രൂഷ പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും ജാഗ്രത ഉണ്ടാകണം. കർത്താവ് എന്നോട് സഹകരിക്കുന്നുണ്ടോ? വയലിലൊരു പ്രശ്നമൊന്നുമില്ല. വയലും വീടും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പീലിപ്പോസിന് കാണിച്ചു കൊടുത്തത് ആരാണ്? പീലിപ്പോസ് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്, പ്രേക്ഷിത മേഖല അല്ല. എത്യോപ്യക്കാരൻ ഷണ്ടൻ അതിലെ പോയപ്പോൾ പീലിപ്പോസിനോടാണ് പറഞ്ഞത്, കമാൻഡ് ചെയ്തത്, നീ ആ രഥത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കണം. അപ്പം പ്രേക്ഷിത വയൽ കാണിച്ചു തരണതും ആത്മാക്കളുടെ വീണ്ടെടുപ്പിൻ്റെ വ്യക്തികളെ പോലും കാണിച്ചു തരണം ദൈവമാണ്. അപ്പോഴേ പീലിപ്പോസ് ചേർന്ന്. പക്ഷേ പീലിപ്പോസിനോട് എന്തുകൊണ്ട് പറഞ്ഞു? കാര്യം ഈ ഷണ്ടൻ ഫൈനാൻസ് മിനിസ്റ്ററാണ്. അയാൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം പിന്നെ പറഞ്ഞതാണ്, പീലിപ്പോസിനെ പിന്നെ അവിടെ കണ്ടില്ലെന്നാണ് പറയണത്. പീലിപ്പോസ് അയാളുടെ കൂടെ നിൽക്കുകയോ അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ ആശ്രയിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്തില്ല. നമ്മൾ ദൈവത്തിന് വേണ്ടിയാണ് ഇവിടെ ഈ ശുശ്രൂഷ ഏറ്റിരിക്കണമെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തുന്നതാണ് നമ്മുടെ ഒരു വെല്ലുവിളി. ഈ വിളിക്കുള്ള വെല്ലുവിളി എന്ന് വെച്ചാൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്, ഞാൻ സുവിശേഷ വേല ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തം ഈ ഭൂമിയിൽ വീണതിന് സാത്താനോട് ചെയ്യാനുള്ള പ്രതികാരമാണ് എൻ്റെ സുവിശേഷ വേലയെന്ന്, അതാണ് എൻ്റെ ബോധ്യമെന്ന്, അതിനാണ് ഞാൻ പ്രവർത്തിക്കണതെന്ന്, ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ പോരായ്മ എൻ്റെ സഹനമായി ഞാൻ സ്വീകരിച്ചുകൊണ്ട് ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നത് ദൈവത്തിന് ബോധ്യപ്പെട്ടാൽ ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കും, നിങ്ങളെല്ലാവരും ഉപയോഗിക്കും. കേരള സഭ ഇനിയും കൂടുതൽ പ്രവർത്തിക്കാൻ ഈ ഒരു സംരംഭം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ജോസഫ് അച്ഛാ. താങ്ക് യു.